അതിനിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് പടിവാതിൽക്കൽ നിൽക്കെ കേരളത്തെ വർഗീയമായി അങ്ങേയറ്റം വിഭജിക്കുന്ന തരത്തിലുള്ള നടപടികളും പ്രതികരണങ്ങളുമാണ് ഭരണം നടത്തുന്ന LDFും ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPMന്റെയും നേതാക്കൾ ചെയ്തു പോരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ഉന്നമിട്ടുകൊണ്ട് നടത്തുന്ന അദ്ദേഹത്തിന്റെ വർഗീയ പരാമർശങ്ങൾ, ആ പരാമർശങ്ങളെ എല്ലാ തരത്തിലും അംഗീകരിക്കുന്ന, പിന്തുണയ്ക്കുന്ന, താലോലിക്കുന്ന മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും മന്ത്രിമാരെയും CPM നേതാക്കളെയും എല്ലാമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു വേറിട്ട ശബ്ദമായി നിൽക്കുന്നത് കേരളത്തിലെ കോൺഗ്രസും UDFും ആ UDFിന് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും മാത്രമാണ്. കഴിഞ്ഞ ദിവസം പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രി സജി ചെറിയാൻ, അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം, മുൻപ് ഭരണഘടനയെ കുറിച്ച് അദ്ദേഹം നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ വലിയ വിവാദമാവുകയും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെച്ച് പുറത്തു പോകേണ്ടി വരികയും പിന്നീട് ചില ക്ലീൻ ചിറ്റുകളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചതുകൊണ്ട് മാത്രം വീണ്ടും മന്ത്രിസഭയിലേക്ക് കടന്നുകൂടുകയും ചെയ്ത, വാ തുറന്നാൽ വിവരക്കേട് മാത്രം പറയുന്ന ഒരു മന്ത്രിയും നേതാവുമാണ് സജി ചെറിയാൻ. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ നിന്നുമാണ് അദ്ദേഹം നിയമസഭയിലേക്ക് വിജയിച്ചെത്തിയിരിക്കുന്നത്. ഒരു മന്ത്രി, ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി പാലിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഈ സജി ചെറിയാൻ പണ്ടും ഇപ്പോഴും പാലിക്കുന്നില്ല എന്നതാണ് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ഇന്നലെ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് VD സതീശനെ വിമർശിക്കാനായി നടത്തിയ ചില പരാമർശങ്ങൾ, അത് സാക്ഷാൽ വെള്ളാപ്പള്ളിയെക്കാളിലും വർഗീയത വിഷം തുപ്പുന്ന തരത്തിലുള്ള പരാമർശങ്ങളായിപ്പോയി. ചില പ്രദേശങ്ങൾ മാത്രം എടുത്തുകൊണ്ട്, മലപ്പുറത്തെയും കാസർഗോഡെയും എടുത്തുകൊണ്ട് അവിടെ ജയിക്കുന്നവരുടെ പേരുകൾ നിങ്ങൾ നോക്കൂ. ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവർ മാത്രം ജയിക്കുന്നു, വർഗീയത പറയുന്നവർ അവിടെ ജയിക്കുന്നു എന്ന് പറഞ്ഞ് സജി ചെറിയാൻ പ്രതികരണം നടത്തുമ്പോൾ അത് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? തന്റെ വാക്കുകൾ കൊണ്ട് കേരളീയ പൊതുസമൂഹത്തിൽ, ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ എത്രത്തോളം പ്രത്യാഘാതമാണ് തന്റെ വാക്കുകൾ തീർക്കുക എന്നതിനെ സംബന്ധിച്ച് യാതൊരു ആലോചനയും ഇല്ലാത്ത തരത്തിലുള്ള പ്രതികരണമാണ് മന്ത്രി സജി ചെറിയാൻ നടത്തിയിരിക്കുന്നത്. VD സതീശനെ വിമർശിക്കാം, ഏത് നേതാവിനെ വിമർശിക്കാം, രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ വിമർശിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശനും ഇന്നലെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും ഒക്കെ തന്നെ വളരെ വ്യക്തിപരമായിട്ട് പോലും VD സതീശനെ അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ CPMന് വിമർശിക്കാം, നേതാക്കൾക്കെല്ലാം തന്നെ വിമർശിക്കാം. എന്താണ് VD സതീശനെതിരെ ഇന്നലെ സജി ചെറിയാൻ വിമർശനം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം? 2 ദിവസം മുൻപ് AP അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള യാത്രയുടെ സമാപന സമ്മേളന വേദിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളാണ് ഇവരെയൊക്കെ തന്നെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അന്ന് VD സതീശൻ അത്തരത്തിലൊരു പരാമർശം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം, അതിന് തൊട്ടു മുൻപ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിലെ വീമ്പ് പറച്ചിലിനുള്ള ചുട്ട മറുപടിയാണ് അതിന് പിന്നാലെ വെറും 10 മിനിറ്റ് നീണ്ട തന്റെ പ്രസംഗത്തിലൂടെ VD സതീശൻ കൊടുത്തത്. താൻ വലിയ മതേതരവാദിയാണ്, കേരളത്തിലെ മതേതരം സംരക്ഷിക്കുന്നത് താനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ അങ്ങനെ വലിയ വാചക കസർത്തുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അതൊന്നുമല്ല, യാഥാർത്ഥ്യം അതൊന്നുമല്ല. ഇത്തരത്തിലുള്ള വർഗീയവാദികൾക്ക് കുടപിടിക്കുന്ന നേതാവാണ്, ആ വർഗീയവാദികളെ സ്വന്തം കാറിൽ, നമ്പർ 1 സ്റ്റേറ്റ് കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇത് എന്ന് തുറന്നു പറയുന്നതിന്, തുറന്നു കാട്ടുന്ന ഒരു പ്രസംഗമാണ് VD സതീശൻ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ആരുടെയെങ്കിലും പേരെടുത്ത് പറഞ്ഞില്ല, മറിച്ച് മുഖ്യമന്ത്രിക്കുള്ള ഒരു വിമർശനമായിരുന്നു. ആ വിമർശനത്തിൽ മതഭാഗത്തിൽ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പരോക്ഷമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹം ആ വിമർശനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. 89 വയസ്സായി എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. പ്രായമായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പക്വതയും അല്ലെങ്കിൽ ഒരു വിവേചനവും അറിവും ഒക്കെ തന്നെ അദ്ദേഹത്തിനും വേണ്ടതാണ്. അദ്ദേഹം നിരന്തരം ഒരു വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനകളാണ് എപ്പോഴും നടത്തിപ്പോരുന്നത്. അത്തരത്തിലൊരു വ്യക്തിയെ പൊന്നാടയിട്ട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയെയാണ്, അല്ലെങ്കിൽ അത്തരമൊരു വ്യക്തിയെ നമ്പർ 1 സ്റ്റേറ്റ് കാറിൽ, മുഖ്യമന്ത്രിയുടെ സ്വകാര്യ കാറിൽ വെള്ളാപ്പള്ളിയെ കയറ്റിയാൽ ആരും ഒന്നും പറയില്ല. പക്ഷേ നമ്പർ 1 സ്റ്റേറ്റ് കാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനമാണ്. ആ വാഹനത്തിൽ ഇതുപോലൊരു വ്യക്തിയെ മുഖ്യമന്ത്രി കയറ്റുമ്പോൾ എന്ത് സന്ദേശമാണ് കേരളീയ പൊതുസമൂഹത്തിന് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ കൊടുക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. മാത്രവുമല്ല, വെള്ളാപ്പള്ളി നടേശൻ അത്തരത്തിൽ വർഗീയത പറയുന്നു എന്നതുകൊണ്ട് മാത്രമല്ല മുഖ്യമന്ത്രിയെ കയറ്റരുത് എന്ന് പറയുന്നത്, മറിച്ച് അദ്ദേഹം ഈ പറയുന്നത് പോലെ വലിയൊരു ക്രിമിനൽ തട്ടിപ്പ് കേസിലെ പ്രതി കൂടിയാണ്. ആ കേസ് അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെ നോക്കിയാലും യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിലപാടുകളും
പ്രവൃത്തികളുമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായത്. അതിനെ ചോദ്യം ചെയ്താണ് വി.ഡി. സതീശൻ പ്രസംഗിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം അത് വെറും കാപട്യമാണ്, കളവാണ്. അദ്ദേഹം ഒരു സൈഡിൽ മതേതരത്വത്തെ കുറിച്ച് പറയുകയും മറു സൈഡിൽ മതേതരത്വത്തിന് കത്തിവെക്കുന്ന ഇത്തരത്തിലുള്ള വർഗീയവാദികൾക്ക് പോയി പൊന്നാടയണിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നു, അവരെ കാറിൽ കയറ്റുകയും ചെയ്യുന്നു എന്ന വിമർശനമാണ്, വളരെ വസ്തുനിഷ്ഠമായ വിമർശനമാണ് വി.ഡി. സതീശൻ ഉയർത്തിയത്. അതിന് പിന്നാലെ വെള്ളാപ്പള്ളി നടേശൻ എന്താണ് വി.ഡി. സതീശനെ കുറിച്ച് പറഞ്ഞത്? വി.ഡി. സതീശന് വട്ടാണ്, അദ്ദേഹത്തെ ഉളംപാറിൽ കൊണ്ടുപോകണം, അദ്ദേഹം ഈഴവ വിരോധിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ അദ്ദേഹം വീണ്ടും വിമർശനം ആവർത്തിച്ചപ്പോൾ വി.ഡി. സതീശൻ ഇന്നലെ കൊടുത്ത തകരയാണ് എന്നൊക്കെ തരത്തിലുള്ള അധിക്ഷേപകരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളാണ് നടത്തുന്നത്. വി.ഡി. സതീശൻ തനിക്കെതിരെ കഴിഞ്ഞ കുറെ കാലമായിട്ട് എന്തൊക്കെ പറയുകയാണ്, തന്നെ അധിക്ഷേപിക്കുകയാണ് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. വെള്ളാപ്പള്ളി അധിക്ഷേപിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തെ ആരൊക്കെ മുസ്ലിം വിരോധിയാക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ മുസ്ലിം വിരോധിയാക്കുന്നത് വേറെ ആരുമല്ല, അദ്ദേഹത്തിന്റെ നാക്കും വാക്കുകളും തന്നെയാണ് വെള്ളാപ്പള്ളിയെ ഒരു മുസ്ലിം വിരോധിയാക്കി മാറ്റുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ വി.ഡി. സതീശന്റെ ആ വേദിയിലെ പ്രസംഗത്തിനെതിരെയാണ് ഇന്നലെ ഈ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ വിമർശനം ഉന്നയിക്കുന്നത്. അദ്ദേഹം ഇതിന്റെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിക്കുന്നത്, ഈ പറയുന്ന പൊന്നാടി അണിയിച്ച് സ്വീകരിക്കുന്നു എന്ന് വി.ഡി. സതീശൻ വിമർശിച്ചത് ആരെയാണ്? അതിനെ വളച്ചൊടിക്കുന്ന ഒരു പ്രതികരണമാണ് ഈ സജി ചെറിയാൻ നടത്തുന്നത്. മുഖ്യമന്ത്രി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അസുഖമായിട്ട് കിടന്നപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു, അദ്ദേഹത്തെ സന്ദർശിച്ചു, അതിനെയാണോ ഇങ്ങനെ പറയുന്നത് എന്നാണ്. ഇത് അറിയാഞ്ഞിട്ടല്ല, വെള്ളാപ്പള്ളി നടേശനെ പൊന്നാടി അണിച്ച് സ്വീകരിച്ചതിനെയാണ് വി.ഡി. സതീശൻ വിമർശിച്ചത് എന്ന കാര്യം അറിയാത്ത ആളല്ല ഈ പറയുന്ന സജി ചെറിയാൻ. അവിടെ ഈ ഇന്നലെ NSS-ഉം SNDP-യും തമ്മിൽ ചേരാനുള്ള ഒരു നീക്കത്തിലേക്ക് വരുമ്പോൾ ഒരു ഭാഗത്ത് NSS-നെയാണ് വി.ഡി. സതീശൻ പറഞ്ഞത് എന്നുകൊണ്ട് കെട്ടുകയാണ് സജി ചെറിയാൻ ചെയ്യുന്നത്. അതൊക്കെ തന്നെ കേരളീയ പൊതുസമൂഹം കാണുന്നുണ്ട്. വി.ഡി. സതീശൻ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അത് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് മാത്രമാണ്. അത് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ പോലൊരു വർഗീയവാദിയെ, വർഗീയത മാത്രം പറയുന്ന ഒരു വ്യക്തിയെ ചേർത്ത് പിടിക്കുന്നതിന് സംരക്ഷിക്കുന്നതിനെതിരായിട്ടുള്ള കേരളീയ പൊതുസമൂഹത്തിന്റെ തന്നെ ഒരു വികാരമാണ് പ്രതിപക്ഷ നേതാവ് ആ വേദിയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അതിനെ വിമർശിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ്. ഒരു കേരളീയ പൊതുസമൂഹത്തെ മതത്തിന്റെ പേരിലൊക്കെ തന്നെ വിഭജിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. സമുദായത്തിന് ഭൂരിപക്ഷം ഉള്ളിടത്ത് അവർ ജയിക്കുകയാണ്, സമുദായത്തിന് ഭൂരിപക്ഷമില്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ തോൽക്കുകയാണ് എന്ന് ഈ പറയുന്ന സജി ചെറിയാൻ പറയുമ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞു വെക്കുന്നത്? അത് കേരളത്തിലെ ഈ വോട്ടർമാരെ കൂടി അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്നലെയാണ് ഈ സജി ചെറിയാൻ അത്തരത്തിലൊരു വർഗീയ പരാമർശം നടത്തിയത്. ഇന്ന് അദ്ദേഹം അതിന് ഒരു വിശദീകരണവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. താൻ ഒരു വിഭാഗത്തെ മാത്രം പറഞ്ഞതല്ല, അത് BJP-യെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് താൻ പറഞ്ഞത് എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വിശദീകരണം. കൂടുതൽ ഏത് സമുദായത്തിലാണ് കൂടുതൽ ആളുകളുള്ളത്, ആ സമുദായത്തിന്റെ ആളുകളെയാണ് അവിടെ സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ നിർത്തുന്നത്, അവരൊക്കെയാണ് ജയിച്ചു വരുന്നത് എന്നാണ് മലപ്പുറം ജില്ലയിലെയും ഒപ്പം തന്നെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെയും ഒക്കെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം ചൂണ്ടിക്കാട്ടി സജി ചെറിയാൻ വിമർശിക്കുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ 33 സീറ്റുകളുണ്ട്. അതിൽ 33 UDF ആണ് സ്വന്തമാക്കിയത്. അതിൽ ഈ പറയുന്ന സജി ചെറിയാന് വിരോധമുണ്ടായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യമുണ്ടായിട്ട് കാര്യമില്ല. അവിടെ മുസ്ലിം സമുദായം മാത്രമല്ല, മുസ്ലിം വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥികൾ മാത്രമല്ല, അത് മുസ്ലിം സമുദായത്തിന് പുറത്തുള്ള ആളുകളും അവിടെ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്, അവർ ജയിച്ചു വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത വ്യക്തിയല്ല ഈ സജി ചെറിയാൻ. പക്ഷേ അവിടെ ഈ പറയുന്നത് പോലെ പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ തന്നെ തുടരുന്ന ഒരു ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം, ഒരു ഭൂരിപക്ഷ പ്രീണന സമീപനം നടത്തുകയാണ്, ഭൂരിപക്ഷ വർഗീയത, അതിനുള്ള ഒരു നീക്കമാണ് സജി ചെറിയാൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും അത് കേരളത്തിലെ പൊതുസമൂഹം അത് തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഇത് ചില വർഗീയ ശക്തികൾക്ക് കുടപിടിക്കുന്ന പ്രസ്താവനയാണ് എന്നുള്ള കാര്യത്തിലും ആർക്കും സംശയം ഉണ്ടാകില്ല. കാരണം ഈ പറയുന്നത് പോലെ ഒരു പ്രത്യേക വിഭാഗത്തെ ഉന്നം വെച്ചുകൊണ്ട് ഈ സജി ചെറിയാനെ പോലെയുള്ള ഒരു ഭരണഘടനാ പദവിയെ വഹിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്ന് തിരിച്ചറിയാതെ പോകുന്നത്, ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളെ കൊണ്ട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചെങ്കിലും അദ്ദേഹം ഇത് കണ്ടില്ല. ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്ന ഒരാളല്ല സജി ചെറിയാൻ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് വി ശിവൻകുട്ടി ചെയ്തത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയാണ് മുൻ മന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള AK ബാലൻ സമാനമായ രീതിയിൽ വർഗീയ പരാമർശം നടത്തിയത്. UDF എന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും,
കേരളം ഭരിക്കുക, ആഭ്യന്തര വകുപ്പ് ഭരിക്കുക എന്നൊക്കെ തരത്തിലുള്ള പരാമർശം നടത്തിയത്. അപ്പോൾ അത്തരത്തിൽ തുടർച്ചയായിട്ട് CPM-ന്റെ നേതാക്കളൊക്കെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ ഉന്നം വെച്ചുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ, അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുകയാണ്. അത് മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി UDF-നൊപ്പം ഉള്ളതാണ് ഇവരെയൊക്കെ തന്നെ ചൊടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 2 വർഷങ്ങൾക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയിലിരിക്കുന്ന MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ മുസ്ലിം ലീഗിന് മതേതര സർട്ടിഫിക്കറ്റ് നൽകുകയും അവർ മതേതരവാദികളാണ് എന്ന് പറയുകയും അവർക്കൊപ്പം തന്നെ അവരുടെ പുറകെ നടന്ന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്ത കാഴ്ച കേരളീയ പൊതുസമൂഹം മറന്നിട്ടുണ്ടാകില്ല. അത്തരത്തിലുള്ള മുൻകാലങ്ങളിലെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എന്നും മതേതര നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള മുസ്ലിം ലീഗിനെയാണ് ഇപ്പോൾ അവർ വർഗീയവാദികളായിട്ടും ഒക്കെ തന്നെ ചിത്രീകരിക്കുന്നത്. അതേസമയം തന്നെ തങ്ങളോടൊപ്പമുള്ള INL എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അവർക്ക് യാതൊരു മിണ്ടാട്ടവുമില്ല. നമുക്കറിയാമല്ലോ, 1992 ബാബറി മസ്ജിദിന്റെ തകർക്കലിന് ശേഷമാണ് മുസ്ലിം ലീഗ് പിളർന്ന് INL എന്നൊരു പാർട്ടി രൂപം കൊള്ളുന്നത്. അന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം സ്വീകരിച്ച മതേതര നിലപാട് അതിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഭിന്നിച്ചുപോയി രൂപം കൊണ്ട ഒരു പാർട്ടിയാണ് INL എന്ന് പറയുന്നത്. അപ്പോൾ തീവ്ര നിലപാട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വിഭാഗം ഒത്തുചേർന്ന് രൂപം കൊടുത്ത ഒരു പാർട്ടി, ആ പാർട്ടിയെ തങ്ങളോടൊപ്പം നിർത്തിക്കൊണ്ടാണ് CPM മറുവശത്തുള്ള എല്ലാ കാലത്തും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിം ലീഗ് പോലൊരു പാർട്ടിയെ അവഹേളിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായങ്ങൾ ഉള്ളിടത്ത് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെയാണ് നിർത്തുന്നത് എന്ന് സജി ചെറിയാൻ വിമർശിക്കുമ്പോൾ അവർ സ്വന്തം ചരിത്രം കൂടി എന്ന് പരിശോധിക്കണം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന തെക്കൻ ജില്ലകളിൽ ഉള്ള ഒരു കണക്കെടുത്താൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പാലക്കാട് വരെയുള്ള ഒരു കണക്കെടുത്താൽ, ഈ ഇത്രയും ജില്ലകളിൽ എത്രയിടങ്ങളിൽ CPM ഹിന്ദു വിഭാഗത്തിൽ നിന്നും പുറത്തുള്ള സമുദായത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ജയിച്ചു വന്നവരിൽ എത്ര MLA-മാർ ഈ ഹിന്ദു വിഭാഗത്തിൽ നിന്നും അല്ലാത്തവരായിട്ടുണ്ട് എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ സ്വയം കാലിൽ വിടുവിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കേരളത്തെ കൂടുതൽ വർഗീയമായിട്ട് വിഭജിക്കുന്ന തരത്തിലുള്ള CPM-ന്റെ ഈ നീക്കം അത് വലിയ ആപത്തിലേക്കാണ് സമൂഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.